മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ നമ്മുടെ വാഴക്കുലകൾ ഉണക്ക് കാലങ്ങളിൽ താങ്ങുകാല് കൊടുക്കുന്നത് സംബന്ധിച്ച ഒരു വീഡിയോയാണ്. അപ്പോൾ ഉണക്ക് കാലത്ത് പ്രത്യേകിച്ചും വൃശ്ചികം മുതൽ ധനു, മകരം, കുംഭം, മീനം, മേടം മാസങ്ങളിൽ ചില വാഴകൾക്ക് ശക്തമായ ഉണക്കിനെ, അതായത് ചൂടിനെ അതിജീവിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ആ കുലയാവുന്നുണ്ടേ ആ ചൂട് അതിജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ കുലകൾ ഒടിഞ്ഞു വീഴാറുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രിയമുള്ള സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പം വാഴ കൃഷികൾ നമ്മൾ പല രീതിയിലാണ് ചെയ്യുന്നത്, പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൃഷി എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ ഒരു വാഴയാണ് വയ്ക്കുന്നത്. ആ ഒരു വാഴ വെച്ച് ആ മാതൃസസ്യത്തിനോടൊപ്പം തന്നെ കിളിർത്ത് വരുന്ന വിത്തുകൾ കൂടി ഞാൻ വളർത്താറുണ്ട്. അതുകൊണ്ട് ഈ കുലച്ച വാഴയുടെ ചുവട്ടിൽ തന്നെ 2 വിത്തുകൾ ഞാൻ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴീ കുലച്ച് നിൽക്കുന്ന വാഴകൾ തന്നെ ഞാൻ ആദ്യം ഒരു വാഴ വെച്ചു. ആ വാഴ വെച്ചതിന് ശേഷം അതിൻ്റെ കൊല വെട്ടിയതിന് ശേഷം 2 വിത്തുകൾ നിർത്തിയിരുന്നു. ആ 2 വിത്തുകളാണ് ഇപ്പോൾ ഈ വലുതായി അത് കുലച്ച് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 മുതൽ 4 വരെ വിത്തുകൾ ഒരു മാതൃസസ്യത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ നിർത്തുകയും അങ്ങനെ ക്രമാനുഗതമായി വളമിട്ട് കൊടുക്കുകയും വേണ്ട പരിചരണം കൊടുക്കുകയൊക്കെ ചെയ്താൽ ആ 4 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ആ വാഴകളും കൂടി, ആ വാഴത്തൈകളും കൂടി ഒരു 10 15 അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ ഇടവേളകളിൽ അത് കുലയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുലച്ച് വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ കാണുന്ന റോബസ്റ്റ പോലെയുള്ള വാഴകൾ, റോബസ്റ്റായ പാളാൻ തുടർന്ന് ഈ വാഴകൾക്ക് ശക്തമായ ചൂടിനെ പ്രതിരോധിക്കാനുള്ള കഴിവില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അപ്പോൾ അതിന് ഈ കൊലകൾ നമുക്ക് വിളഞ്ഞ് വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഒരു താങ്ങുകാൽ കൊടുക്കണം. അപ്പോൾ താങ്ങുകാൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കൊലയുടെ ആ ഉയർന്ന കാളാമുണ്ടോ എന്ന് പറയുന്ന ഈ ഭാഗം മുതൽ തറ വരെയുള്ള ഒരു വലിയ കമ്പുകളൊക്കെ വെട്ടി നമ്മൾ താങ്ങുകാൽ കൊടുക്കാറുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. എന്നാൽ ഇപ്പോൾ സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുന്നതുകൊണ്ടും അതുപോലെ തന്നെ സ്ഥലവിസ്തൃതി കുറഞ്ഞു എന്ന് മാത്രമല്ല, ഈ പാഴ്വൃക്ഷങ്ങളൊന്നും ഇപ്പോൾ ആരും നട്ട് വളർന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കമ്പുകൾ നമുക്ക് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിൽ ഈ ഒരു 2, 3, 4 കുലകൾ ഒന്നിച്ച് ഒരു ചുവട്ടിൽ ഉണ്ടാകുമ്പോൾ, അതായത് 4 വാഴവിത്തുകളൊക്കെ നമ്മൾ വളർത്തി വലുതായി അവ കുലകളായി വരുമ്പോൾ ആ കുലകൾ നമ്മൾ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്, അതായത് ഉണക്കിനെ അതിജീവിച്ച് അത് വിളഞ്ഞ് നമുക്ക് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് അതിന് താങ്ങുകാലിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇത്തരത്തിലുള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളും അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞ കൃഷി രീതികളുമാണ് ഇലഞ്ഞൂർ ബ്ലോഗ് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ ചാനലിലൂടെ, ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഈ അറിവുകൾ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് പോകാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത്, ഇപ്പോൾ ഈ വാഴ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വാഴവിത്ത് ഞാൻ വെച്ചു. ആ മാതൃസസ്യത്തിനോടൊപ്പം തന്നെ കിളിർത്ത് വന്ന വിത്തുകളായിരുന്നു ഈ 2 എണ്ണം. ഈ ആരോഗ്യമുള്ള 2 വിത്തുകൾ കൂടി ഞാൻ വളരെ അനുവദിച്ചു. അത് കുലച്ച് ഏതാണ്ട് കൂമ്പൊക്കെ ഒടിച്ച് ഏതാണ്ട് വിളവോളം ഒരു കുലയെത്തി. മറ്റേത് വിളഞ്ഞു വരുന്ന സമയത്ത് ഇനി ഉണക്ക് കാലമായതിനാൽ ഇവ വിളഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് താങ്ങുകാൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ 2 താങ്ങുകാൽ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും അതുപോലെ തന്നെ അതിനുള്ള പ്രയാസം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബലമുള്ള ഒരു കമ്പ് ഞാൻ എടുത്തു. ഈ ബലമുള്ള കമ്പ് എടുത്തതിന് ശേഷം ഞാൻ ചെയ്തത്, ഈ അടുത്തടുത്ത് നിൽക്കുന്ന 2 വാഴയിലൂടെ ചേർത്ത് ഇതേപോലെ ചേർത്ത് കിട്ടി. അപ്പോൾ കമ്പ് എടുക്കുമ്പോൾ ഈ വാഴയെ നമ്മൾ കെട്ടിയതിന് ശേഷം കുറച്ച് കമ്പ് അപ്പുറത്തോട്ട് കിടക്കണം. ആ രീതിയിലുള്ള നീളം ക്രമീകരിച്ച് വേണം നമ്മൾ കമ്പെടുക്കാൻ. അതേപോലെ ഇവിടെയും ഇതുപോലെ ഇങ്ങനെ വേണം നമ്മൾ ഇത് കെട്ടാൻ. മനസ്സിലായല്ലോ? ഇങ്ങനെ കെട്ടണം, ഇങ്ങനെ ബലത്തെ നമ്മൾ കെട്ടണം. അതുപോലെ കമ്പിന് നല്ല ബലം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ കെട്ടുമ്പം തന്നെ ഈ വാഴയ്ക്ക് 2 കൂടെ നല്ലൊരു ബലം നമുക്ക് കിട്ടും. അപ്പം ഇടയ്ക്ക് ഇത്രയും വാഴകൾ നമ്മളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മധ്യഭാഗത്ത് ഇതേപോലെ ഒരു
പ്ലാസ്റ്റിക്കിൻ്റെ കയറ് കെട്ടണം. അപ്പം കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാഴയുമായി കമ്പും തമ്മിൽ യോജിപ്പിച്ച് കെട്ടാൻ നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ കയർ എടുക്കരുത്. പകരം നമ്മൾ ചകിരി കൊണ്ടുള്ള കയറ് മാത്രമേ നമ്മൾ എടുക്കാവൂ. കാരണം ചകിരി കൊണ്ടുള്ള കയർ എടുക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയുന്നതിൻ്റെ കാര്യം, പ്ലാസ്റ്റിക് കൊണ്ടുള്ള കയർ നമ്മൾ എടുത്ത് വാഴയും ഈ കമ്പുമായിട്ട് കെട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ മുറുകി കെട്ടുന്നുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാട് ഈ വാഴയ്ക്ക് വീഴുകയും അത് ക്രമേണ വാഴയുടെ വലുപ്പം അനുസരിച്ച് അത് കൊല വെട്ടാറാകുമ്പോഴത്തേന് വാഴയ്ക്ക് കുറച്ച് വലുപ്പവും അനുസരിച്ച് അവിടെ പിന്നെ ആ പാട് വലുതാവുകയും ആ വാഴ അവിടെ വെച്ച് ഒടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ചകിരി കൊണ്ടുള്ള കയറെടുക്കാൻ പറയും. ഇതാവുന്നുണ്ടെങ്കിൽ അങ്ങനെ വരത്തില്ല. തന്നെയല്ല, ക്രമേണ ഈ ചകിരി കൊണ്ടുള്ള കയറ് അഴുകി പോവുകയും അങ്ങനെ വാഴയ്ക്ക് യാതൊരു ദോഷങ്ങളും ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നടുവിൽ നമ്മൾ ബലത്തിന് വേണ്ടി കെട്ടാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ പ്ലാസ്റ്റിക് കയറോ ഒക്കെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ നമ്മൾ ആ പ്ലാസ്റ്റിക്കിന് കയർ സെൻറ്ററിലാണ് ഈ കയർ നമ്മൾ കെട്ടിട്ടുള്ളത്. അതിനുശേഷം ആ സെൻറ്റർ ഭാഗത്ത് തന്നെ നമ്മൾ ഒരു കുറ്റി അടിക്കുക എന്നുള്ളതാണ്. കുറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മരത്തിൻ്റെ കുറ്റികൾ വലിയൊരു കമ്പ് ഇവിടെ അടിച്ചു താക്കാം. അപ്പം ഞാനിവിടെ അടിച്ചു കാത്തിരിക്കുന്ന ഇത് ലോഹമാണ്, അതായത് ഒരു ഇരുമ്പ് കമ്പിയാണ്. അപ്പോൾ ഈ ഇരുമ്പ് കമ്പി ഞാൻ ഈ വാങ്ങിച്ചത് നമ്മുടെ ആക്രിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ മരത്തിൻ്റെ കുറ്റി സ്ഥലവിസ്തൃതി കുറഞ്ഞവർക്കും പലവിധ കാരണങ്ങളാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആക്രിക്കടകളിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് പിന്നെ സ്ക്വയർ പൈപ്പോ റൗണ്ട് പൈപ്പോ അതുപോലെ ഇതേപോലെ കമ്പിയൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിരവധി തവണ ഇത്തരത്തിലുള്ള ഉപയോഗത്തിന് വേണ്ടി ഈ സാധനങ്ങൾ ഉപയോഗിക്കാം. എന്നാൽ മരത്തിൻ്റെ കുറ്റിയാവുന്നുണ്ടേ, മരത്തിൻ്റെ കുറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം പ്രധാനമായിട്ടും നമ്മുടെ പുരയിടത്തിൽ ഇത് വെട്ടിയെടുക്കാനില്ലെങ്കിൽ കാറ്റാടിക്കലുകളും ഒക്കെ വാങ്ങിച്ചാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാറ്റും വെയിലും ഒക്കെ ഏറ്റ് അത് 1-2 കുലകൾക്ക് ഇത്തരത്തിൽ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഈ കുറ്റികളങ്ങ് പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പിന്നെ മെറ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ കെട്ടിയ ഈ കയറ് ഈ കമ്പിയിലോട്ട് ബലത്തെ അങ്ങ് വലിച്ചു കെട്ടുക. അങ്ങനെ വലിച്ചു കെട്ടുന്നുണ്ടെങ്കിൽ ഈ 2 കുലകൾക്കും ശക്തമായ ഒരു പിന്നെ പിടുത്തം പുറകോട്ട് വരികയും അങ്ങനെ കുലകൾ അവിടെ നിൽക്കുകയും ഈ 2 കുലകളും നമുക്ക് വിളഞ്ഞ് വിൽപ്പനയ്ക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നമുക്ക് പറയത്തക്ക ചിലവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തുമില്ല. അപ്പോൾ ഈ മാർഗം ഒന്ന് അവലംബിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പിന്നെ മറ്റൊരു സംഗതി ഉള്ളത്, പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു വാഴ നമ്മൾ നടുന്നുണ്ടെങ്കിൽ ആ വാഴയുടെ ചുവട്ടിൽ വിത്തുകൾ വളരാൻ അനുവദിച്ചാൽ കുലകൾക്ക് തൂക്കം കുറയും എന്നുള്ളത്. പക്ഷേ അങ്ങനെ നമ്മൾ അമാന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പം ഈ ഇതിൽ നിങ്ങൾ നോക്കിയിട്ട് തൂക്കമൊന്നും വലുതായിട്ട് കുറയത്തൊന്നുമില്ല. പകരം ഒരു കാര്യം ചെയ്യണം, എല്ലാ മാസവും കൃത്യമായ അളവിൽ വളം ചെയ്ത് കൊടുക്കണം. ഞാൻ ഇട്ട് കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞാൽ 25 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 25 ഗ്രാം എല്ലുപൊടിയും 25 ഗ്രാം കടലപ്പിണ്ണാക്കും എല്ലാ മാസവും ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും. അതിനുശേഷം ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് ചെറിയ രീതിയിലൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നീട് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ തന്നെ തയ്യാറാക്കിയ, ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചു തന്ന ഒരു ലായനി വളമുണ്ട്. അതായത് നമ്മുടെ ഉപ്പില അഥവാ വട്ടയിലയും ചീമക്കൊന്നയുടെ ഇലയും വെള്ളത്തിലിട്ട് ലയിപ്പിച്ച് 7 മുതൽ 15 ദിവസം കഴിയുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കോരിയെടുത്ത് 10 ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് ഇതിൻ്റെ വാഴയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ 10-15 ദിവസം കൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ വെണ്ണീർ എന്ന് വെച്ചാൽ നമ്മുടെ ചാരം, ഈ ചാരം കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഇതുപോലെ 7 മുതൽ 15 ദിവസം വരെ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെടുത്ത് 10 ഇരട്ടി വെള്ളം ചേർത്ത് ഇതിൻ്റെ ചുവട്ടിലൊഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ 2 ഗുണങ്ങളാണ് നമുക്ക് ഈ കൃഷിക്ക്, അതായത് വാഴക്കൃഷിക്ക് പൈസയുടെ ചിലവ് വളരെ കുറഞ്ഞ് കിട്ടും എന്ന് മാത്രമല്ല നമുക്ക് പിന്നെ വളരെ ലാഭവും കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൃഷി ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ലാഭകരമാക്കി എടുക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ഈ അറിവുകൾ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ ഏറ്റവും എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന രീതികൾ, പ്രത്യേകിച്ച് വാഴക്കൃഷിയുടെ പ്രത്യേകം നമുക്കറിയാം, ഏത് സീസണിലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക കൃഷിയാണ് വാഴക്കൃഷി. അപ്പോൾ ഈ വാഴക്കൃഷിയെ സംബന്ധിച്ച ഇതേപോലെയുള്ള അറിവുകൾ ശേഖരിക്കാനും സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതാണിതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു. അപ്പം തുടർന്നും എല്ലാവരുടെയും സ്നേഹോഷ്മളമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.